നമസ്കാരം. പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതാണ്. അതിന്റെ അടുത്ത തലത്തിലേക്ക് പോയിരിക്കുന്നു. ഹിജാബ് വിവാദത്തിൽ സ്കൂളിൽ തുടരാൻ മകൾക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് പെൺകുട്ടിയുടെ പിതാവ്. ഈ നിമിഷം വരെയും പെൺകുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തനിക്ക് ഹിജാബ് ധരിക്കണമെന്നോ തനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെന്നോ ഹിജാബ് ധരിച്ചുകൊണ്ട് മാത്രമേ താൻ പോവുകയുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഇതിന് പകരം കുട്ടിയുടെ അച്ഛനാണ് സംസാരിക്കുന്നത്. അച്ഛന്റെ നിർബന്ധമാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അതൊക്കെ പോട്ടെ. ഹിജാബ് ഇല്ലാതെ വരാമെന്ന് സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാമെന്ന നിലപാടിലായിരുന്നു മാനേജ്മെന്റ്. സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ നിബന്ധന നേരത്തെ നടന്ന സമവായ ചർച്ചയിൽ വിദ്യാർത്ഥിയുടെ പിതാവ് അംഗീകരിച്ചതുമായിരുന്നു. പക്ഷേ പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ ഈ തീരുമാനത്തിൽ മാറ്റം വരുത്തി. ഒപ്പം സ്കൂളിലേക്ക് ഇനി കുട്ടിയെ വിടില്ല എന്നും സ്കൂൾ അധികൃതർ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പിതാവ് പറയുന്നുണ്ട്. പിതാവ് ആ തീരുമാനമെടുത്തതോടെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി. കുട്ടി സ്കൂൾ വിടാൻ കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് പറയുന്നത്. ഹിജാബിനെതിരെ സംസാരിച്ചത് ശിരോവസ്ത്രമിട്ട പ്രിൻസിപ്പാൾ ആണെന്നും വി ശിവൻകുട്ടി വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുട്ടിക്ക് ആ സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ അവകാശവുമുണ്ട്. എന്തിന്റെ പേരിലാണ് കുട്ടി സ്കൂളിലേക്ക് പോകാത്തതെന്നും ആരുടെ വീഴ്ച മൂലമാണ് പോകാത്തതെന്ന് പരിശോധിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാർ നിലപാട്. കുട്ടിയെ വിളിച്ച പ്രശ്നം തീർക്കാൻ ശ്രമിക്കണം. യൂണിഫോമിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ആവശ്യമില്ല. എന്നാൽ സ്കൂളിന് മാന്യമായി പ്രശ്നം പരിഹരിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് വി ശിവൻകുട്ടി വിളിച്ചു പറയുന്നത്. നോക്കൂ, ആരാണ് വാക്ക് മാറ്റിയത്? സെന്റ് റീത്താസ് സ്കൂളിലെ ഏറ്റവും അടിസ്ഥാനപരമായ അവരുടെ റൂളുകളിൽ നിന്ന് സ്കൂളിൽ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ വസ്ത്രധാരണം പാടില്ല എന്നുള്ളതാണ്. ഇത് അവരുടെ റൂൾ നമ്പർ 30 മുതൽ 33 വരെയുള്ള കാര്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് അല്ലെങ്കിൽ ഗാർഡിയൻ അവർക്ക് ഒപ്പിട്ട് ഒരു റിട്ടേൺ ഡോക്യുമെന്റായി നൽകേണ്ടതുണ്ട്. സ്കൂൾ യൂണിഫോമിൽ കുട്ടികളെ എത്തിച്ചോളാം എന്ന്. ഇതനുസരിച്ച് സ്കൂൾ അധ്യയന വർഷം ആരംഭിച്ച് 4-5 മാസം വരെയും കുട്ടിക്ക് ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു. പക്ഷേ സ്കൂളിൽ പോകുന്നതിന്റെ ആദ്യത്തെ 4 മാസം യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന ഈ കുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ അത് ബുദ്ധിമുട്ടായി മാറുന്നു. ആസൂത്രണ നീക്കം പോലെ ഇത് റാഡിക്കൽ ഇസ്ലാം ഏറ്റെടുക്കുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നതായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ ലക്ഷ്യം. പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കുന്നു. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിവേചനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അത് സർക്കാർ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഹിജാബ് വിവാദത്തിൽ ശിവൻകുട്ടി പ്രതികരിക്കുന്നത്. അതായത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ തലയിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ തലയിലേക്ക് എടുത്തു വെക്കുന്ന സമീപനമാണ് ശിവൻകുട്ടി നടത്തുന്നത്. നോക്കൂ, ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ആദ്യത്തെ 4 മാസവും യാതൊരു പ്രശ്നവുമില്ലാതെ വന്നിരുന്ന കുട്ടിയെ അത് തലയിൽ തട്ടമിടാതെ സ്കൂളിലേക്ക് വിടില്ല, ഹിജാബ് ധരിക്കാതെ വിടില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് കുട്ടിയുടെ പിതാവും കുട്ടിയെയും ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിയ പിന്നീടുള്ള റാഡിക്കൽ ഇസ്ലാമിന്റെ പ്രതിനിധികളുമാണ്. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത് സ്കൂൾ മാനേജ്മെന്റ് അല്ല, അത് റാഡിക്കൽ ഇസ്ലാം ആണെന്ന് വി ശിവൻകുട്ടിക്ക് പറയാൻ പേടിയാണ്. പ്രശ്നം ആരംഭിച്ചത് പോലും കുട്ടിയുടെ പിതാവ്, പിന്നീട് ഏറ്റുപിടിച്ചത് SDP അടക്കമുള്ള തീവ്രവാദി കൂട്ടമാണെന്നും മന്ത്രി പറയുന്നില്ല. ഈവൻ അത് ഹൈബി ഈഡൻ പോലും അത് പറയാൻ സന്നദ്ധനല്ല. അദ്ദേഹം പോലും അത് മറ്റ് സംഘപരിവാർ സംഘടനകളെ ഏറ്റുപിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. റാഡിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഇവരാരും അക്ഷരം മിണ്ടുന്നില്ല. വിദ്യാലയങ്ങളെ കക്ഷിരാഷ്ട്രീയത്തിന്റെ വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുന്ന ഇതേ ശിവൻകുട്ടിയാണ് ആദ്യം കുട്ടികളുടെ യൂണിഫോം നിശ്ചയിക്കാൻ മാനേജ്മെന്റിന് അവകാശമുണ്ടെന്ന് പറഞ്ഞത്. ഒക്ടോബർ 13 ഈ വാർത്ത നിങ്ങൾ നോക്കുക. കൊച്ചിയിൽ ഹിജാബ് തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ട സംഭവത്തിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി സ്കൂളുകളിൽ യൂണിഫോം മറയ്ക്കുന്ന രീതിയിലുള്ള വേഷം പാടില്ലെന്നും സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നുമാണ് മന്ത്രി പറഞ്ഞു. സ്കൂൾ മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ കൈകാര്യം ചെയ്യണം. മറ്റു തരത്തിലേക്ക് പോകുന്ന രീതി ഉണ്ടാകരുത്. വിഷയം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെന്നും DAയോട് അന്വേഷിക്കാൻ പറയുമെന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അതായത് സ്കൂൾ മാനേജ്മെന്റിന് സ്കൂൾ യൂണിഫോം നിശ്ചയിക്കാനുള്ള അവകാശാധികാരങ്ങൾ ഉണ്ടെന്ന് ബോധ്യമുള്ള അദ്ദേഹം ഹിജാബ് വിവാദത്തെ വലിയ കാര്യമായി അന്ന് കണ്ടില്ല. പക്ഷേ നോക്കൂ, ഹൈബി ഈഡൻ MP, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ സ്കൂൾ അധികൃതരും കുട്ടിയുടെ മാതാപിതാക്കളുമായൊക്കെ ചർച്ച നടത്തുന്നു. തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കുന്നതിൽ വിരോധമില്ലെന്ന് കുട്ടിയുടെ രക്ഷകർത്താവ് ഉറപ്പ് നൽകിയെന്ന് MP വ്യക്തമാക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഇതിന്റെയൊക്കെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ മാറി മറയുന്നത്. അതായത് സ്കൂൾ മാനേജ്മെന്റ് വിഷയത്തിൽ ഉറച്ചു നിന്നതോടെ വോട്ട് രാഷ്ട്രീയം മനസ്സിലാക്കിയ ശിവൻകുട്ടി തൊട്ടടുത്ത ദിവസം നിലപാട് മാറ്റി U-turn അടിക്കുകയാണ്. ഈ വാർത്ത നോക്കുക. അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച, ശിരോവസ്ത്രം ധരിച്ച സ്കൂളിൽ തുടർ പഠനം അനുവദിക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അത് ഒക്ടോബർ 14 വാർത്തയാണ്.
അതായത് കേവലം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശിവൻകുട്ടി യു ടേൺ അടിക്കുന്നു. സ്വാഭാവികമായും ഇത് ഏറ്റെടുക്കാൻ വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിജാബ് അവർക്ക് ചോയ്സ് ആകും. കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ ഹിജാബ് എങ്കിൽ ചോയ്സ് അല്ലേ, അത് ഇടേണ്ട നിർബന്ധമൊന്നുമില്ല, സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞ യൂണിഫോമിൽ വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അത് നിർബന്ധിത മതാവകാശമാണെന്ന് പറയും. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഇവിടുത്തെ കോടതി വിധികൾ ധാരാളമുണ്ട്. സ്കൂൾ മാനേജ്മെന്റിനാണ് സ്കൂൾ യൂണിഫോം നിശ്ചയിക്കാനുള്ള അവകാശാധികാരം എന്ന് പറയുന്ന സമയത്ത് അതൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒന്നുമല്ല, ഇത് ഹിജാബ് നിർബന്ധിതമാണ് എന്ന് വാശി പിടിക്കും. അത് ആരാണ് ചെയ്യുന്നത്? റാഡിക്കൽ ഇസ്ലാമാണ് ചെയ്യുന്നത്. റാഡിക്കൽ ഇസ്ലാം എന്ന് നോക്കൂ, ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് മതേതരപരമായിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു വ്യക്തിക്ക് മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ധാർമ്മികമായ അവകാശങ്ങളുമുണ്ട്, അതിനെയൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ മതേതരമായ ഒരു പൊതു ഇടത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞത് ആദ്യത്തെ 4 മാസം അനുവദിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയും പിന്നീട് അത് സ്വന്തമായി വയലേറ്റ് ചെയ്യുകയും അതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കിയെടുത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൃത്യമായ കൈകളുണ്ട് എന്ന് തുറന്നു പറയാൻ എനിക്ക് എന്തായാലും വ്യക്തിപരമായി പേടിയില്ല. അത് പേടിക്കുന്ന ആളുകൾ ധാരാളമായി ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് റാഡിക്കൽ ഇസ്ലാമിനെ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. അത് ഏതൊരു തീവ്ര ഇത് ഹിന്ദുത്വ ശക്തി ആയിക്കൊള്ളട്ടെ, അത് RSSന്റെ തീവ്ര വശങ്ങളായിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള തീവ്ര നിലപാടുകളുമായി ബന്ധപ്പെട്ട് നോക്കിയാലും ഏതൊക്കെ തന്നെയുള്ള എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികളും എതിർക്കപ്പെടേണ്ടതാണ്. അതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് പ്രത്യേകമായ സേഫ് സോൺ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പൊതുസമൂഹം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ ശ്രമിക്കുക. നമസ്കാരം.